പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കടുത്ത അഴിമതി നടക്കുന്നതായി കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. 3 ഉദ്യോഗസ്ഥരാണ് അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അഴിമതി അന്വേഷിപ്പിക്കണമെന്നും ഗണേഷ് കുമാർ ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഗണേഷ് കുമാറിന് പ്രേതബാധയാണെന്നാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ശ്രീ ബാബു എം പാലിശ്ശേരി എം.എൽ.എ. CPIM, ഒപ്പം അജിത് കുമാർ മാധ്യമപ്രവർത്തകൻ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് P.K. ഫിറോസ് യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനറാണ്. അതോടൊപ്പം ശ്രീ P.C. ജോർജ്, V.S. സുനിൽകുമാർ, മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് എന്നിവരെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ മുൻ നിയമസഭാ സെക്രട്ടറി N.K. ജയകുമാറും നമ്മോടൊപ്പം കൊച്ചി ടെലിഫോണിൽ ചേരും. അഴിമതിയും സ്വജനപക്ഷപാതവും അതുമാത്രമല്ല സ്വന്തം ഭരണമുന്നണിയിലെ ഒരു മന്ത്രിക്കെതിരെയും മന്ത്രിയുടെ ഓഫീസിനെതിരെയുമാണ് MLA ആയ ഗണേഷ് കുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ ആ അഴിമതി ആരോപണത്തെ അപ്പോൾ തന്നെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അത് നിഷേധിച്ചിട്ടുമുണ്ട്. ചട്ടവിരുദ്ധമാണെന്നാണ് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രി ഇതേപ്പറ്റി പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്ത് ഗണേഷ് കുമാർ MLA-യുടെ അച്ഛനും കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിൻ്റെ നേതാവുമായ ശ്രീ ബാലകൃഷ്ണപിള്ള സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ശ്രീ ബാലകൃഷ്ണ പറഞ്ഞ അപ്പോൾ എൻ്റെയും പാർട്ടിയുടെയും നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇന്ന് ഉന്നയിച്ചത് മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതും പാർട്ടി നടപടികൾ പാർട്ടിയുടെ തീരുമാനവും പാർട്ടിയുടെ അഭിപ്രായവും ലംഘിക്കുന്നതുമാണ്. പക്ഷേ ഈ പരുവത്തിൽ അവനെ ആക്കിയെടുത്തത് ഈ നേതാക്കന്മാർ തന്നെ. ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ കൊണ്ടു നടന്ന് ഗണേഷ് കുമാറിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തവർ ഇപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുക. വിഷയത്തിലേക്ക് തന്നെ വരാം. ഗണേഷ് കുമാറിൻ്റെ തീർത്തും നാടകീയമായ ഈ നീക്കം മാധ്യമപ്രവർത്തകനായ ശ്രീ അജിത് കുമാർ ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ അജിത് കുമാർ, ഈ ഒരു സംഭവ വികാസത്തെ പ്രത്യേകിച്ചും AICC-യുടെ നേതാവ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തുള്ള ഈ സമയത്ത്, അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു ആരോപണം ഒരുപക്ഷെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം അത്ഭുതമുണ്ടാക്കിയേക്കാവുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു റോൾ ഭരണപക്ഷ MLA ഏറ്റെടുത്തിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത് ശ്രീ അജിത് കുമാർ? ഗണേഷ് കുമാർ ഒരു നല്ല നേതാവ് തന്നെയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അഴിമതി രഹിതമായ ഭരണം നടത്തുകയും ആദ്യത്തെ ടേമിൽ, രണ്ടാമത്തെ ടേമിൽ ഞാൻ പറയുന്നില്ല, ആദ്യത്തെ ടേമിൽ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ കേരളം മൊത്തം സ്വീകരിക്കുന്ന, ആർജവത്തോടെ സ്വീകരിക്കുന്ന ഒരു മന്ത്രിയായി അദ്ദേഹം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു MLA-ക്ക് ആ ഭാഗം അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചും ഒരു തർക്കവുമില്ല എന്ന ഭാഗം നിൽക്കുന്നു. രണ്ടാമത്, ഇപ്പോൾ UDF-ൽ അംഗമായിക്കൊണ്ട് ഒരു ഘടകകക്ഷി മന്ത്രിക്കെതിരെ നിയമസഭയിൽ ഈ തരത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാമോ എന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ UDF എന്ന നിലപാടെടുക്കുന്നു. മാത്രമല്ല, ഇവിടെ കെ.ബി. ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണം ഈ ഒരു പ്രതിപക്ഷ മന്ത്രിക്ക് പ്രതിപക്ഷത്തിനെതിരെ അല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണത്തിന് എന്താണ് തെളിവ്? നിയമസഭയുടെ സംരക്ഷണം ഉപയോഗിച്ചാണോ ഇത് ചെയ്തിരിക്കുന്നത്? മാത്രമല്ല, ഇതുപോലൊരു ആർ ബാലകൃഷ്ണപിള്ളയുടെ ചെയർമാനായ ഒരു പാർട്ടി UDF-ന് ആവശ്യമുണ്ടോ? അച്ഛനും മോനും മാത്രം ഒരു പാർട്ടി. എന്ത് ജനാധിപത്യം ഇത്? എന്തെങ്കിലും അച്ഛനും മോനും ഇടയ്ക്കിടയ്ക്ക് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുമ്പോൾ അത് UDF-നെ തലവേദനയെ സൃഷ്ടിക്കുകയും അല്ലാതാകുകയും ചെയ്യുന്ന തരത്തിൽ ഒരു പാർട്ടി ഈ ലോക ജനാധിപത്യത്തിലുണ്ടോ? ഈ ആർ ബാലകൃഷ്ണപിള്ളയും കെ.ബി. ഗണേഷ് കുമാറും അല്ലാതെ മറ്റൊരു നേതാവിൻ്റെ പേര് ഈ ലോകത്ത് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യ ടുഡേയിൽ ഇപ്രാവശ്യം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആരാണ്? ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന, കഴിഞ്ഞ ലക്കം വായിച്ചതാണ്, താങ്കൾ വായിച്ചു കാണും, വാളകം കൃഷ്ണകുമാർ, ഈ വാദിയായിട്ടുള്ള അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടിയായ വാളകം കൃഷ്ണകുമാർ എഴുതിയ അദ്ദേഹത്തിൻ്റെ അഭിമുഖം പറഞ്ഞേക്കുന്നത് ബാലകൃഷ്ണപിള്ള സ്വർണ്ണക്കട്ടികളാകെ എൻ്റെ അച്ഛനാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചത് അദ്ദേഹം പറഞ്ഞിരിക്കുക. മാത്രമല്ല, ഇടമലയാർ കേസിൽ സിമൻറ്റ് മൊത്തം വിറ്റത് എൻ്റെ അച്ഛനാണ്. ഇതെവിടെ ജനാധിപത്യം? എവിടെ? ഇങ്ങനെയുള്ള പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണ് കേരള രാഷ്ട്രീയത്തിൽ? അജിത് കുമാർ, താങ്കൾ വളരെ പ്രസക്തമായൊരു വിഷയത്തിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിലും അതിനു മുമ്പായി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഓഫീസിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് ഗണേഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പം മരാമത്ത് വകുപ്പിൽ ഇബ്രാഹിം കുഞ്ഞോ അവരുടെ ഓഫീസിനെ കുറിച്ചൊന്നും ക്ലിയർ ചിറ്റൊന്നും എനിക്കില്ല. കാരണം അതൊക്കെ എൻ്റെ പത്രത്തിൽ ഞാൻ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ അഴിമതി ആരോപിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഇപ്പോൾ കെ.ബി. ഗണേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ ചില പ്രോജക്റ്റുകൾ കൊടുത്തില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലത്തിൽ മൊത്തം നബാർഡിൻ്റെ പ്രോജക്റ്റുകൾ കൊടുത്തു.
കാശ് മൊത്തം കിട്ടും. ഇതൊക്കെ കച്ചവടം എല്ലാവരും ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. അത് വരെ ആരും മോശമല്ല ഇതിനകത്ത്. യു.ഡി.എഫിൽ ആരും മോശമല്ല. ഇന്നൊരു പക്ഷേ നിയമസഭയിൽ സജീവമായി ഉണ്ടായിരുന്ന ശ്രീ ബാബു എം പാലശ്ശേരിക്ക് ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ ഒരുപാട് പണികളും വർക്കുകളെല്ലാം ഏൽപ്പിക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്കാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ വഴിയും സിഡ്കോ വഴിയുമെല്ലാം റീഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ആരോപണം നോമിനേറ്റഡ് വർക്ക് എന്നുള്ള രീതിയിലെല്ലാം പറയപ്പെടുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ ആരോപണത്തെ, ഈ അഴിമതി ആരോപണത്തെ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തന രീതിയെ താങ്കളുടെ അനുഭവ സമ്പത്ത് വെച്ച് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പൊതുമരാമത്ത് വകുപ്പിൽ നടക്കുന്നത് കടുത്ത വിവേചനമാണ്, കടുത്ത അനീതിയാണ്. അഴിമതിയുടെ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിൽ അഴിമതി ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ പറയാം, ഞാനടക്കമുള്ള MLA-മാർ, ആ MLA-മാർക്ക് കഴിഞ്ഞ 3.25 കൊല്ലത്തിനുള്ളിൽ ഒന്നും കിട്ടിയില്ല. അതേ സമയത്ത് തന്നെ ഈ പറയുന്ന ആളുകൾ അവരുടെയൊക്കെ മണ്ഡലങ്ങളിൽ വന്നിട്ടുള്ള വർക്കുകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല. ഇപ്പോൾ ഇവരുടെ സെക്രട്ടറിയല്ലേ IAS-കാരനായി സൂരജ്, ആ സൂരജിനെ വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചത് എത്ര കോടിയുടെ കണക്കാണ്, എത്ര ഫ്ലാറ്റുകളാണ്, എത്ര ലക്ഷങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചത് ഗണേഷ് കുമാർ ഇന്ന് ആക്ഷേപം ഉന്നയിച്ചത് മന്ത്രിയുടെ 3 സ്റ്റാഫിനെ കുറിച്ചാണ്. മന്ത്രിയെക്കുറിച്ചല്ല. അവിടെ കടക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്ക് ബഹളമായി. മന്ത്രിയുടെ 3 സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും എന്തിനാണ് മന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും ഇത്രയധികം പൊള്ളുന്നത്? അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. ഇതിന് മുമ്പും പല സ്റ്റാഫുകളെ കുറിച്ച് ആക്ഷേപം വന്നില്ലേ? ഒരു കാര്യം, അതായത് മന്ത്രിയുടെ UDF-ൽ ഒരു MLA, UDF-ൽ ഒരു മന്ത്രിക്കെതിരെ നിയമസഭയിൽ ഈ തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്ന എന്ത് എത്തിക്സാ? UDF-ൽ അത് രാജിവെക്കണം. രാജിവെച്ച് പുറത്തു പോയിട്ട് മാറുന്നത് ഞാൻ UDF-ന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിച്ചാൽ ഗണേഷ് കുമാറിനെ ജനം സ്വീകരിക്കും. അല്ല, ശ്രീ അജിത് കുമാർ, ഗണേഷ് കുമാർ അസംബ്ലിയിൽ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, എനിക്ക് പറയാനുള്ളത് നിയമസഭയിൽ പറയണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് എന്ന്. ഞങ്ങൾ അദ്ദേഹത്തെ ശ്രമിച്ചിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട്. ഒരു ടെലിവിഷൻ ചാനലിലും പോകുന്നില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ എത്തിക്സിൻ്റെ കാര്യം ഇരിക്കുമ്പോൾ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ PK ഫിറോസ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ശ്രീ ഫിറോസ്, എന്താണ് ഇത്രമാത്രം നിങ്ങളുടെ ഭരണകക്ഷി MLA പോലും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അബ്ദുൾ റാഷിദ്, അബ്ദുൾ റഹീം, നസീമുദ്ദീൻ എന്നിവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇത്രമാത്രം അദ്ദേഹം പ്രൊവോക്കേറ്റഡ് ആയത്? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമുക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ കോടികളുടെ അഴിമതി ആരോപണം എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ ഈ അജിത് കുമാർ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി ഒരൊറ്റ MLA, ആ MLA മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നയാളായിരുന്നു, പിന്നീട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ചുരുക്ക്, കാട്ടുപോത്തുകൾ മണ്ണിളക്കി നടക്കുമ്പോൾ പുഴുക്കളെ രക്ഷിക്കാനെത്തുന്ന കൊക്ക് മാത്രമാണ്. ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ നടത്തിയത്. പ്രതിപക്ഷം അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ഒരു ഡെവലപ്മെൻറ്റ്, ഈ ഒരു സംഭവ വികാസം എത്രമാത്രം കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? തീർച്ചയായിട്ടും പ്രതിപക്ഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു ഭരണപക്ഷത്ത് UDF-ലെ മുൻമന്ത്രി, UDF-ലെ ഒരു MLA ഒരു നല്ല ഹോട്ട് കേക്ക് ഇട്ട് കൊടുത്തിരിക്കുക. ആ ഹോട്ട് കേക്കിനെ ഉപയോഗിക്കണ്ടേ? സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം ചെയ്ത അവരുടെ ധർമ്മമാണ്, അതൊരിക്കലും തെറ്റല്ല. കാരണം ഈ തരത്തിൽ അഴിമതി ആരോപണം ഒരു മന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന UDF-ലെ അംഗമാണ്, MLA ആണ്, പ്രതിപക്ഷ MLA അല്ല. അതുകൊണ്ട് ആ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം അവർ ഭംഗിയായി നിറവേറ്റി ഭരണപക്ഷത്തെ സുഗമമായി ഭരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അതാണോ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം? അല്ല. അതുകൊണ്ട് പ്രതിപക്ഷ ധർമ്മം അവർ നിറവേറ്റി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ CPM-ഉം CPI-യും തമ്മിലുള്ള വിവാദങ്ങളൊക്കെ വെളിയിൽ കാണാറുണ്ട്. അത് നിയമസഭയിൽ ഒരു CPI MLA CPM-നെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിന്നുകൊണ്ട്, ഭരണപക്ഷം എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്ത് കൈപൊക്കി നിൽക്കുക, വിപ്പ് കിടക്കുക, പിടിച്ചു പുറത്താണ് PC ജോർജ് എന്ന് പറഞ്ഞ് അങ്ങേർക്ക് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ട് PC ജോർജ് കഴിവുണ്ടെങ്കിൽ പറയണ്ടേ, എന്തുകൊണ്ട് വിപ്പ് ലംഘിച്ച് ഇങ്ങനെ ചെയ്തു? ശ്രീ PK ഫിറോസ്, താങ്കൾക്ക് കേൾക്കാമോ? ഇന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി വരെ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാറിനെ UDF-ൽ നിന്ന് പുറത്താക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. എന്താണ് താങ്കൾക്ക് ഇതിൽ ഈ സംഭവ വികാസങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ശ്രീ PK ഫിറോസ്, ഞങ്ങളിപ്പോൾ തിരിച്ചു വരാം. ശ്രീ ഫിറോസ്, വീണ്ടും ചർച്ച MLA ബാബു എം പാലശ്ശേരിയിലേക്ക് പോവുകയാണ്. താങ്കൾ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയം തന്നെ, പ്രത്യേകിച്ച് ഈ പൊതുമരാമത്ത് വകുപ്പിലെ ഫണ്ട് അലോക്കേഷൻ. പലപ്പോഴും MLA-മാരെല്ലാം അതിനിശിതമായ വിമർശനങ്ങൾക്ക് വിധേയരാവുന്നത് നാട്ടിലെ MLA-മാരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ റോഡുകളുടെ
ശോച്യാവസ്ഥ ജനങ്ങൾ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. താങ്കൾക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് 3.5 വർഷമായി യാതൊരു വിധത്തിലുള്ള ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. എന്താണ് അവിടെ വരുന്ന തടസ്സങ്ങൾ? മുൻ ഗവൺമെൻറ് LDF ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കുന്ന നടപടികൾ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ അജിത്ത് ഇവിടെ എത്തിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെല്ലാം അതിൻ്റെ വേറെ വശം. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പൊതുമുതൽ ജനങ്ങൾക്കാകെ ഗുണകരമാകേണ്ട പൊതുമുതൽ കട്ടെടുക്കുന്നതിനെതിരായിട്ടുള്ള വികാരമാണ് വരുന്നത്. പിന്നെ ഈ പറയുന്ന ഗണേഷ് കുമാർ ഇന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനം? അദ്ദേഹം പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിക്ക് നേരത്തെ എഴുതി കൊടുത്തു, ഞാൻ ഉത്തരവാദപ്പെട്ട ആളുകളോട് എഴുതി കൊടുത്തു, അതിന് മുകളിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ അത് ഉന്നയിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനുഭവത്തിൽ വളരെ ശരിയാണ്. എന്ന് വെച്ചാൽ ഈ വളരെ വലിയ വിവേചനമാണ് അവിടെ നടക്കുന്നത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം തന്നെ PWD പിന്നെ കഴിഞ്ഞ 3.25 കൊല്ലത്തിനുള്ളിൽ നടത്തിയ വർക്കുകൾ എടുത്ത് നോക്കിയാൽ ആ വർക്കുകളുടെ ആരാണ് വർക്കുകൾ നടത്തിയത്? കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, സിഡ്കോ തുടങ്ങിയ സ്ഥാപനങ്ങൾ. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരെ വേണമെങ്കിലും ഏൽപ്പിക്കാം. ഈ സംവിധാനത്തിലൂടെ എത്ര കോടി രൂപയുടെ പിന്നെ ഫണ്ടാണ് വിനിയോഗിച്ചതെന്ന് അന്വേഷിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും. പ്ലാൻ വിഭാഗത്തിൽ 2200 കോടിയോളം ഈ കോൺട്രാക്ടർമാർക്ക് കിട്ടാനാണ്. അപ്പുറത്ത് സുഖമായി പൈസ കിട്ടുകയാണ്. ഇതാ നടക്കുന്നത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ഞാനൊരു മന്ത്രിയുടെ ഒരു മണ്ഡലത്തിലേക്ക് പൈസ കൂടുതൽ പോകാനുള്ള ആക്ഷേപമൊന്നും പറയുന്നില്ല. പക്ഷേ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലത്തിൽ മാത്രം 393 റോഡുകൾ 25-35 ലക്ഷം രൂപയ്ക്കുള്ള വർക്കുകൾ ഈ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെയ്തില്ലേ? 25, 35, 45 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള 14 പാലങ്ങൾ ഒരു മണ്ഡലത്തിലാണ്. എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലുമുള്ള പിന്നെ നിരവധി മണ്ഡലങ്ങളിൽ ഈ കണക്ക് ഞങ്ങൾക്ക് തരാൻ വേണ്ടി കഴിയും. അവിടെയെല്ലാം കോടിക്കണക്കിന് രൂപ വാരി വിതറുകയാണ്. മലപ്പുറം ജില്ലയിലെ പല ചെറിയ റോഡുകൾ പോലും റബ്ബറൈസ് ചെയ്യുകയാണ്. ഇതെന്ത് ന്യായമാണ്? ഇക്കാര്യത്തിൽ ബാബുവും പാലിശ്ശേരി ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. കാരണം പറയാം, സിഡ്കോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, കെൽട്രോൺ അങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ആണെങ്കിൽ ഒരു മാനദണ്ഡം വേണ്ട, ഒരു കാശടയ്ക്കേണ്ട, ആദ്യത്തെ എന്തോ അതിന് പറയാം, ഈ ആദ്യം അടയ്ക്കേണ്ട ഒന്നും വേണ്ട, സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് 5-10% ഇവർ വാങ്ങി സ്വകാര്യ വ്യക്തികൾക്ക് ഇവരുടെ ഇഷ്ടത്തിനുള്ളവർക്ക് കൊടുക്കുക. ആ ഏർപ്പാട് ആദ്യം അവസാനിപ്പിക്കണം. അതുപോലെ ഈ ടെൻഡർ നിയമസഭയിൽ ആവശ്യപ്പെട്ട എല്ലാവരും പകുതിയോളം ഈ ടെൻഡർ നടത്തുന്നത് ഈ ടെൻഡറിന്റെ സെർവർ വരെ പോയി. അതുകൊണ്ട് ഞാൻ പറയാം, അതുകൊണ്ട് ഈ കള്ളക്കച്ചവടം, അതായത് ഈ സർക്കാർ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന എല്ലാ LDF കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളക്കച്ചവടം അവസാനിപ്പിക്കണം. ഒരുപക്ഷേ ശ്രീ അജിത് കുമാറിന് കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത്തവണത്തെ പോർട്ട്ഫോളിയോ ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ അഴിമതി വിരുദ്ധരെന്നും ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നെന്ന് നമുക്ക് നമ്മുടെ ഒബ്സർവേഷനിൽ കാണാൻ സാധിക്കും. പക്ഷേ അതെല്ലാം ഇത്തരത്തിലുള്ള വൻ അഴിമതികളിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടി മാത്രമാണെന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. ശ്രീ അജിത് കുമാർ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അഴിമതി ഈ എല്ലാവരുടെയും കൈ സംശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇല്ല. പക്ഷേ അഴിമതിയുണ്ടോ? കോൺക്രീറ്റായിട്ട് തെളിവുകൾ കൊണ്ടുവരണം, തെളിവുകൾ അവതരിപ്പിച്ചത് അന്വേഷിപ്പിക്കണം. ആ തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാതെ നിയമസഭയുടെ സൗജന്യവും സൗകര്യവും ഉപയോഗിച്ചുള്ള പുകമറകൾ സൃഷ്ടിക്കുന്നതിനെതിരെയാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ അഴിമതി ആരോപണം KB ഗണേഷ് കുമാർ പുറത്തു കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അത് നേടിയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ്റിലെ വിവിധ മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ 99% ആക്ഷേപങ്ങൾ ഉന്നയിച്ചതാരാ? പ്രതിപക്ഷമല്ലേ? അല്ല, ക്ഷമിക്കണം, ഭരണപക്ഷത്തു നിന്നല്ലേ? അനൂപ് ജേക്കബിനെതിരെ ആദ്യത്തെ ആക്ഷേപം ഉന്നയിച്ചതാരാ? ജോണി നെല്ലൂരല്ലേ? ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. പക്ഷേ ബഹുഭൂരിപക്ഷം ഉന്നയിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അവർക്ക് പോലും സഹിക്കാൻ പറ്റാതെയാണ് പലപ്പോഴും വരുന്നത്. ഇത് ഇപ്പോൾ സുധീരൻ്റെ ഒരു പ്രസ്താവന അടുത്ത കാലത്ത് വന്നു. എന്താണ്? രാഷ്ട്രീയ നേതൃത്വം അഴിമതി ഇല്ലാതാക്കിയാൽ ഉദ്യോഗസ്ഥ വൃത്തത്തിൽ അഴിമതി ഇല്ലാതാക്കാൻ കഴിയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, എംബ്രാൻ അല്പം കട്ടുപിടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഈ എല്ലാ അഴിമതി ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടാത്ത എത്ര മന്ത്രിമാരുണ്ട്? ശ്രീ ബാബു പാലിശ്ശേരി, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ പൊതുമരാമത്ത് വകുപ്പുകളിൽ ഫണ്ട് അലോക്കേഷൻ ഒരു പൊതുമരാമത്ത് മന്ത്രിയുടെ മാത്രം പ്രൊറോഗേറ്റീവ് അല്ല എന്നാണ് നമ്മുടെ അറിവ്. ധനവകുപ്പിൽ നിന്നുള്ള അനുമതി കൂടി ലഭിക്കണം. ഒരുപക്ഷെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഈ ഫണ്ട് അലോക്കേഷൻ മാത്രമാണ് ഇത്രയും സുഗമമായി നടക്കുന്നത് എന്നുള്ള ആക്ഷേപം മറ്റു വകുപ്പ് മന്ത്രിമാർ വരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഇത് ഇത്രമാത്രം സ്മൂത്ത് ആവുന്നത്? അഴിമതിയെല്ലാം ഒരു വിൻഡോയിലൂടെ, ഒരു ജനലിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം വളരെ ഗൂഢമായി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ ഇന്നത് ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ പറയാറുണ്ടല്ലോ. അതിനെന്താ,
അതിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പണമുണ്ട്, തരാം, അത് ആവശ്യമായി ചോദിച്ചാൽ മതി. PWDക്ക് ഒരു നിശ്ചയ തുക മാറ്റിവെക്കുന്നു, 800 കോടിയോളം രൂപ മാറ്റിവെക്കുന്നു. അത് അവർക്ക് നിശ്ചയിക്കാം. അവർ നിശ്ചയിക്കുകയാണ് ഏതിനാണ് വേണ്ടതെന്ന്. നോൺ പ്ലാനിൽ വരുന്ന പണം കോടിക്കണക്കിന് രൂപ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് നിശ്ചയിച്ച് കൊടുക്കുന്നു. അതിനൊക്കെയാണ് അത് പരിശോധിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന കൺസഷൻ കോർപ്പറേഷൻ, സിഡ്കോ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ, കിഡ്കോ പറയുന്ന സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇത് മാത്രമൊന്നുമല്ല, രസകരമായ പറ്റു പലതുണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ എന്താണ് ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരും കൺസ്ട്രക്ഷൻ തമ്മിൽ എന്താ ബന്ധം, അവരെത്ര വർക്കുകൾ ചെയ്യുന്നു. അപ്പം ഈ രീതിയിൽ അഴിമതി വളരെ സുസൂക്ഷ്മമായി പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ രംഗത്ത് നടക്കുന്നത്. ഈ സിഡ്കോ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇത്തരം കരാറുകൾ നൽകരുതെന്നുള്ള കർശനമായ നിർദ്ദേശം CAG വരെ നൽകിയിട്ടുണ്ടെന്നാണ് ഈ ചർച്ചയുടെ ബാബു MLA ആണ്. നമ്മൾ ഈ ചർച്ചയുടെ എന്തൊരു പ്രയോജനം വേണമല്ലോ, ചെയ്യേണ്ട ഒരു കാര്യം, ഈ സർക്കാർ സ്ഥാപനങ്ങളുടെ മറവിൽ 5% കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് ഇവരൊക്കെ ഓക്സിജനാണ്, ഇതൊക്കെ നഷ്ടത്തിൽ കൊടുത്ത സ്ഥാപനങ്ങളാണ്, ഇതൊക്കെ എന്നേ പൂട്ടേണ്ടതാണ്, സത്യം ലിക്വിഡേറ്റ് ചെയ്യേണ്ടതാണ്. ആ സ്ഥാപനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി 5-10% വാങ്ങിച്ചുകൊണ്ട് വെറും കുത്തക മുതലാളിമാർക്ക് ഇത് ഈ മറിച്ചു കൊടുക്കുക, മറിച്ചു വിൽപ്പനയാണ്. ഈ കള്ളക്കച്ചവടം LDFന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ചർച്ച ഏകപക്ഷീയമായി പോവാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രീ PK ഫിറോസ്, താങ്കൾക്ക് ഈ ചർച്ചയെ താങ്കൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പെട്ടെന്ന് പറയാനുള്ള മറുപടി? യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനറാണ് ശ്രീ PK ഫിറോസ്. അല്ല, നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ പ്രദീപ്? പറഞ്ഞോളൂ. കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശരി. ഇപ്പോൾ ഈ ചർച്ചയുടെ അടിസ്ഥാനം മുൻ മന്ത്രിയായ ഗണേഷ് കുമാറിൻ്റെ ആരോപണമാണ്. അല്ലാതെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണം പോലെ വല്ല ആരോപണവും ഉന്നയിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ചോദിച്ചപ്പോൾ ഒരക്ഷരം ഉരിയാടാതെ തല താഴ്ത്തിയവരാണ് കേരള നിയമസഭയിലെ പ്രതിപക്ഷങ്ങൾ. അതവിടെ നിൽക്കട്ടെ. ഇനി ചോദിക്കട്ടെ, ആരോപണം ഉന്നയിച്ച ഗണേഷ് കുമാർ ആരാണ്? അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, കേരളത്തിൽ വീണ്ടും മന്ത്രിയാകണമെന്ന ആഗ്രഹം സഫലീകരിക്കാത്തതിൻ്റെ നൈരാശ്യം പേറി നടക്കുന്ന ഒരാളാണ് ഗണേഷ് കുമാർ. അത്തരം നൈരാശ്യമുള്ള ആളുകൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് ലഭിക്കണമെന്ന ശാഠ്യമുള്ളവരാണ്. അദ്ദേഹം ഈ നിയമസഭയിൽ പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് റോഡുകൾ ചോദിച്ചുകൊണ്ട് മന്ത്രിയെ സമീപിക്കുമ്പോൾ മന്ത്രിയുടെ ചുറ്റുപാട് നിൽക്കുന്ന 3 ഉദ്യോഗസ്ഥന്മാർ, ഈ 3 ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞു. അവർ എല്ലാത്തിനും നോ പറയുന്നു. അദ്ദേഹം അതിനനുകൂലമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ആരോപണം. ഇനി ആ ആരോപണം തന്നെ നമ്മൾ ഗൗരവമായി എടുക്കും എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം ഇന്ന് പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ശ്രീ ഫിറോസ്, മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ കുഞ്ഞു മുഹമ്മദ് ഈ അടുത്ത കാലത്ത് രാജിവെച്ചു പോയ TO സൂരജിന്റെ ബന്ധുവാണെന്നും അറിയുന്നു. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ മേലിലേക്ക് മാത്രം ഈ ഒരു ആരോപണം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ശ്രീ ഫിറോസ്? അല്ല, നമ്മൾ ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണമാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം 2 ആരോപണമാണ് ഉന്നയിച്ചത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നോൺ പ്ലാൻ ഫണ്ടിനത്തിൽ ഫണ്ടുകൾ മന്ത്രി കൊടുക്കുന്നില്ല. 2, മന്ത്രിയുടെ 3 സ്റ്റാഫ് അംഗങ്ങൾ അഴിമതിക്കാരാണ്. ഈ 2 ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ആരോപണം ഉണ്ടോ എന്ന് നിയമസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളോട് ചോദിച്ചപ്പോൾ ആർക്കും ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ജനങ്ങൾ കണ്ടതാണല്ലോ. ഈ 2 ആരോപണം തന്നെ നമ്മൾ ഗൗരവത്തിലെടുത്താൽ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 16 കോടിയോളം രൂപ നോൺ പ്ലാൻ ഫണ്ടിനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമസഭാ അംഗം നിയമസഭയിൽ അഴിമതി ഉന്നയിക്കണമെങ്കിൽ ചില ചട്ടങ്ങളുണ്ട്. നമ്മൾ എന്ത് സാങ്കേതികത്വമാണ് എന്ന് പറഞ്ഞ് അതിനെ വില കുറച്ച് കാണിച്ചാലോ, നിയമസഭ പോലും ഒരു സാങ്കേതികത്വമാണ്. എനിക്കോ പ്രദീപിനോ അജിത് കുമാറിനോ ഒന്നും നിയമസഭയിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. എന്താ കാര്യം? നമ്മൾ നിയമസഭയിലേക്ക് മത്സരിക്കണം, ജയിക്കണം, MLA ആകണം, എന്നാൽ മാത്രമേ ആരോപണം ഉന്നയിക്കാൻ കഴിയൂ. അപ്പോൾ ഗണേഷ് കുമാറിനെ പോലെ സീനിയറായ 2 തവണ മന്ത്രിയായ ഒരാൾ നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് തെളിവുകളുടെ പിൻബലം ഉണ്ടായിരുന്നുവെങ്കിൽ നിയമസഭാ ചട്ടപ്രകാരം സ്പീക്കർക്ക് നോട്ടീസ് നൽകി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് മറുപടി പറയാനുള്ള അവസരം നൽകി അദ്ദേഹം ആരോപണം ഉന്നയിക്കേണ്ടിയിരുന്നു. അദ്ദേഹം ആരോപണം ഉന്നയിച്ചില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ പറഞ്ഞ റോഡിന് ഫണ്ട് ലഭിക്കാത്തതിൻ്റെ നൈരാശ്യത്തിൽ നിന്നുണ്ടായ വികാര പ്രകടനം മാത്രമാണ് അദ്ദേഹം അവിടെ നടത്തിയെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്.
അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി നമുക്ക് ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളിൽ നിന്നും അറിയാനുണ്ട്. ഒരു അഴിമതി ആരോപണം ഒരു പ്രതിപക്ഷ അംഗമായിക്കോട്ടെ ഭരണപക്ഷ അംഗമായിക്കോട്ടെ ഒരു വ്യക്തിക്കെതിരെ അപകീർത്തികരമായതോ അത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും അത് എഴുതി നൽകണം, സബ്മിഷൻ എഴുതി നൽകണം എന്നുള്ളൊരു സാങ്കേതിക കാര്യം ഇന്ന് ചെയറിലുണ്ടായിരുന്ന സ്പീക്കർ പറയുകയും ചെയ്തിരുന്നു. എന്താണ് അത്തരം ആ ഒരു പ്രസക്തി, അത്തരം ഒരു സാങ്കേതികത എത്രമാത്രം ഇത്തരം ഒരു ഗൗരവമായ അഴിമതി ആരോപണത്തിൽ നമ്മൾ കൊണ്ടുവരണം? ഈ 4 നൂറ്റാണ്ടിലധികം നിയമസഭയെ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ അഴിമതി ആരോപണം അത് സീരിയസ് ആണെങ്കിൽ നിയമസഭാ രേഖയിൽ ഉണ്ടാകണം, മന്ത്രിയുടെ മറുപടി വേണം എന്നുണ്ടെങ്കിൽ എഴുതി നൽകി തന്നെ ചെയ്യണം. എഴുതി നൽകാത്ത ആരോപണങ്ങൾ വേണമെങ്കിൽ രേഖയിൽ ഉണ്ടാകാതിരിക്കാം. സ്പീക്കർ പറയുന്നു രേഖയിൽ നിന്ന് നീക്കം ചെയ്യുന്നു, അത് രേഖയിലുണ്ടാവില്ല. പക്ഷേ നിയമസഭയിൽ പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് നിയമസഭയ്ക്ക്. എന്ത് ലോകത്തിലെ എന്ത് ഭൂമിക്ക് കീഴിലുള്ള ആകാശത്തിന് കീഴിലുള്ള എന്ത് കാര്യവും നിയമസഭ ഉന്നയിക്കാം. ഒരു അഴിമതി ഒരു നാനഷ്ടം ഉണ്ടാവില്ല, ഒരു അന്വേഷണം ഉണ്ടാവില്ല എന്നൊരു ഇമ്മ്യൂണിറ്റി നിയമസഭയ്ക്കുണ്ട്. ആ ഇമ്മ്യൂണിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി നല്ല കാര്യങ്ങൾ ചെയ്യാം, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എഴുതി നൽകേണ്ടതായിരുന്നു, താങ്കൾ സാങ്കേതികത്വം ചോദിച്ചുകൊണ്ട് അത് എഴുതി നൽകേണ്ടതായിരുന്നു എങ്കിൽ മാത്രമേ അതിന് സ്പെസിഫിക് ആയിട്ടൊരു താങ്കളിലേക്ക് തിരിച്ചു വരാം. മുൻ നിയമസഭാ സെക്രട്ടറി കൂടിയായ ശ്രീ NK ജയകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയകുമാർ, ഇത്തരമൊരു സാങ്കേതികത എത്രമാത്രം ഈ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നം അല്ലെങ്കിൽ ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു മന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുള്ള ആരോപണം ഒരു MLAക്ക് ഉന്നയിക്കാൻ എത്രമാത്രം അത് എഴുതി നൽകണമെന്നുള്ളത് നിർബന്ധം തന്നെയാണോ? എങ്ങനെയാണ് താങ്കളുടെ അനുഭവം വെച്ചിട്ട് ഈ ഒരു വിഷയത്തെ കാണുന്നത്? നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിൽ 285 ചട്ടം വ്യക്തമായി പറയുന്നുണ്ട്, ഇങ്ങനെ സഭയിൽ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ നേരത്തെ സ്പീക്കർ എഴുതി കൊടുത്ത് അനുവാദം വാങ്ങണം. അതിന്റെ ഒരു പ്രധാന ഉദ്ദേശം ആർക്കെതിരായിട്ടാണ് അഴിമതി ഉന്നയിക്കപ്പെടുന്നത് അവരെ ഇക്കാര്യം അറിയിക്കുകയും അവർക്ക് മറുപടി പറയാനുള്ള ഒരു അവസരം നിഷേധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന്. 2, തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടുന്നത് തടയുക. അതിനുവേണ്ടി സ്പീക്കറുടെ ഒരു പ്രഥമ ദൃഷ്ട്യ പരിശോധന നടത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ റൂൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് സ്പീക്കർക്ക് എഴുതി കൊടുത്ത് അനുമതി വാങ്ങണം എന്നുള്ളത് നിയമസഭാ ചട്ടങ്ങളനുസരിച്ചുള്ള ഒരു നടപടിക്രമമാണ്. പക്ഷേ നടപടിക്രമങ്ങൾ നിലനിൽക്കവേ തന്നെ ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി, കാരണം അഴിമതി എന്ന് പറയുന്ന വളരെ വലിയൊരു പ്രശ്നമാണ്, അത് ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണെന്ന് ഈയിടെ സുപ്രീം കോടതിയും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ആരോപണം അതിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഗൗരവമുള്ളതാണ്, അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, ഇത്തരം കാര്യങ്ങൾ അത് വ്യത്യസ്തമാണ്. അത് സ്വതന്ത്രമായിട്ട് നീതിപൂർവമായിട്ട് പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സഭയിൽ പറഞ്ഞതിന് സാങ്കേതികമായ ചട്ടങ്ങളുടെ ഒരു പിൻബലം ഇല്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ആരോപണങ്ങളുടെ ഗൗരവ സ്വഭാവം അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. ശ്രീ NK ജയകുമാർ, താങ്കളുടെ ഈ അനുഭവ സമ്പത്ത് നിയമസഭാ സെക്രട്ടറി എന്നുള്ള രീതിയിലുള്ള താങ്കളുടെ ആ അനുഭവത്തിൽ ഒരു ഭരണപക്ഷ MLA ഒരു മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതായുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഓർമ്മകൾ താങ്കൾക്കുണ്ടോ? ഇല്ല, ഭരണപക്ഷത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. തിരിച്ചു വരാം ശ്രീ ജയകുമാർ, ഭരണപക്ഷത്ത് നിന്ന് ഒരിക്കലും മന്ത്രിക്കെതിരെ ഒരു MLA പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കൂടി പ്രസക്തമാണ്. പ്രതിപക്ഷത്തിൽ ഒരു സജീവമായി നിൽക്കുന്ന നിയമസഭയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സജീവമായി നിൽക്കുന്ന ചുരുക്കം MLAമാരിൽ ഒരാളാണ് ബാബു M പാലിശ്ശേരി. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇതിലെ ഇപ്പം നിയമവും ചട്ടമൊക്കെ അങ്ങനെ തന്നെയാണ്. അത് എഴുതി കൊടുത്തിട്ട് വേണം അത് ഉന്നയിക്കാൻ. ഞാൻ എഴുതി കൊടുത്തിട്ട് ഈ ഗവൺമെൻറ്റിനെതിരായി ആദ്യത്തെ അഴിമതി ആക്ഷേപം ഉന്നയിച്ച ആളാണ്. ഏറ്റവും ആദ്യം ഉന്നയിച്ച ഞാനാണ്, എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച്. ഉന്നയിച്ചപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങളൊരു അന്വേഷണം വയ്ക്കൂ. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വെച്ചാൽ എൻ്റെ ഭാഗത്തുനിന്നും പല ആൾക്കാർക്കും വന്ന് മൊഴി തരാൻ വേണ്ടി കഴിയും. ചിലപ്പോൾ അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അവർ മൊഴി തരാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അന്വേഷണം വയ്ക്കാൻ ആവശ്യപ്പെട്ടതാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന ഇന്നും അത് തന്നെയാണ് പറഞ്ഞത്. നാട്ടിലിപ്പോൾ ഒരു ചൊല്ലുണ്ട്, നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓക്കെ അത് കഴിഞ്ഞു എന്നാണ്. അതുപോലെ ഈ അഴിമതി ആക്ഷേപമൊക്കെ എഴുതി കൊടുക്കണമെന്നൊക്കെ ശരിയാണ്. പക്ഷെ അതല്ലാതെയും ധാരാളം ഉന്നയിക്കാറുണ്ട്.
പ്രസംഗത്തിൽ ഉന്നയിക്കാറില്ല. നമ്മുടെ ഈ ചർച്ചയിൽ കുറച്ചുകൂടി സക്രിയമാക്കാൻ വേണ്ടി ശ്രീ ബാബു എം പാലശ്ശേരി ഈ ചർച്ചയിൽ ഒരു ഉരുത്തിരിഞ്ഞു ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ നമുക്ക് ഈ വിഷയം 2-3 മേഖലകളിലൂടെ കടന്നു പോവുകയാണ്. ഒന്ന്, ഒരു ഭരണപക്ഷ MLA പറയുന്നു, അതിൻ്റെ സാങ്കേതിക ചട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഒപ്പം വളരെ ഗൗരവമായ അഴിമതി ആരോപണം, വളരെ ജെന്യൂനാണെന്ന് തോന്നുന്ന പൊതുജനങ്ങൾക്കിടയിൽ തീർച്ചയായും വിശ്വാസം ലഭിക്കുന്ന ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ PK ഫിറോസ് കോഴിക്കോട് നിന്ന് ചേരുന്നു, യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ. ശ്രീ ഫിറോസ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി അഴിമതി ആരോപണത്തിന് വിധേയനായിരിക്കുന്നു. 3 ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായി ഭരണകക്ഷി MLA തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എന്ത് നടപടിയാണ് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പോകുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? പ്രത്യേകിച്ചും ഗണേഷ് കുമാർ എന്ന MLA-യെക്കുറിച്ച് അഴിമതി, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് യാതൊരു വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ അല്ല, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇത് UDF ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ നേരത്തെ ബാബു എം പാലശ്ശേരി കളിയാക്കിക്കൊണ്ട് പറഞ്ഞില്ലേ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിനെക്കുറിച്ച്. UDF ഭരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ എളമരം കരീം 5 വർഷക്കാലം കൊണ്ടു നടന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TO സൂരജിനെ ഒരു പ്രതിപക്ഷ MLA-യുടെയും ആക്ഷേപമോ ആരോപണമോ ഇല്ലാതെ, ഒരു മാധ്യമവും എക്സ്ക്ലൂസീവ് വാർത്തയായി പുറത്തു കൊണ്ടുവരാതെ അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. ഒരു IPS ഉദ്യോഗസ്ഥനെ അഴിമതിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ 3 സ്റ്റാഫ് തെറ്റുകാരാണെന്ന് കണ്ടപ്പോൾ ആ സ്റ്റാഫിനെ മാറ്റി നിർത്തിയ ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. KB ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണം സത്യമാണെങ്കിൽ, അദ്ദേഹം ആത്മാർത്ഥതയോടെയാണ് ഈ ആരോപണം ഉന്നയിച്ചതെങ്കിൽ, അദ്ദേഹം നിയമസഭയുടെ മേശപ്പുറത്ത്, നിയമസഭ അവസാനിച്ചിട്ടില്ലല്ലോ, തെളിവുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. ഇനി അതുമല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഈ തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. അങ്ങനെ തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ് ആരോപണം ഉന്നയിച്ചത് എങ്കിൽ യാതൊരു സംശയം വേണ്ട, അത്തരം അഴിമതിക്കാരെ ഒരു നിമിഷം പോലും UDF ഗവൺമെൻറ് വെച്ചു പൂർപ്പിക്കുന്ന പ്രശ്നമില്ല. TO സൂരജിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഈ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സസ്പെൻഷൻ ഉണ്ടായി, നടപടി ഉണ്ടായി. ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വന്നപ്പോഴും ഇവർ അതേ ആക്ഷേപം തന്നെ ഉന്നയിച്ചു. പക്ഷേ അത്തരക്കാരെ ഒന്നും വെച്ചു പുറപ്പിക്കാതെ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോയ ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അതുകൊണ്ട് ഈ ആരോപണവും ഉന്നയിക്കുന്ന ആളുകൾക്കാണ് ഉത്തരവാദിത്വം. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആക്ഷേപം ഉന്നയിക്കുന്നവർക്കാണ്. ആ ആക്ഷേപം ഉന്നയിച്ചവർക്ക് തെളിവുകൾ നിരത്താൻ സാധിക്കുമെങ്കിൽ ശക്തമായ നടപടി. വളരെ വ്യക്തവും പ്രസക്തവുമായ കാര്യം തന്നെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ച് ശ്രീ അജിത് കുമാർ എന്താണ് പ്രതികരണം? എൻ്റെ ഫിറോസ് നല്ല യുവാവാണ്, നല്ല മിടുക്കനാണ്. എൻ്റെ ചോദ്യമാണ് പ്രദീപ് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിനെതിരെ പുറത്താക്കിയതോ അന്വേഷണം അവരെ മാറ്റി നിർത്തിയത് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമല്ല. ആ ഒരു ആർജവം നിങ്ങളുടെ ലീഗിൻ്റെ ഇബ്രാഹിം കുഞ്ഞ് കാണിക്കുമോ, ലീഗ് കാണിക്കുമോ? കാരണം ഉമ്മൻചാണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രഥമ ദൃഷ്ടിയാ തെളിയുന്നത് വരെ കാത്തിരിക്കാതെ അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ആർജവം നിങ്ങളുടെ ഗവൺമെൻറ് കാണിക്കുമോ? ശ്രീ ഫിറോസ്, ഒരു സംശയമില്ല, ഉമ്മൻചാണ്ടി സ്റ്റാഫിനെ മാറ്റി നിർത്തിയത് പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു തെളിവില്ലാതെ ആരോപണത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സ്റ്റാഫ് അംഗങ്ങൾ മാറ്റി നിർത്തുക, മന്ത്രിമാർ രാജിവെക്കാൻ തുടങ്ങിയാൽ കേരള നിയമസഭയിൽ ഒരു MLA-യും ഒരു മന്ത്രിയും ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്റ്റാഫ് അംഗങ്ങളും ഒരു ദിവസം പോലും പൂർത്തിയാക്കില്ല. കാരണം അതുകൊണ്ടല്ലേ ഈ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുകൾ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു തെളിവുകളും ഇല്ലാതെ ആരോപണം ഉന്നയിക്കാനാണെങ്കിൽ ഈ VS അച്യുതാനന്ദൻ, ഞാൻ ചോദിക്കട്ടെ, VS അച്യുതാനന്ദൻ ആരോപണം ഉന്നയിക്കാത്ത ഏതെങ്കിലും മന്ത്രി കേരളത്തിലുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ തെളിവുകൾ നിരത്തണ്ട എന്ന വാദം അജിത് കുമാറിനെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകന്മാർ കൊണ്ടുവന്നാൽ പിന്നെ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുമോ? ഫിറോസ്, ഇത് വെറുതെ ഒരു പത്രസമ്മേളനമോ അല്ലെങ്കിൽ വെറുതെ ഒരു നിയമസഭയിൽ വളരെ ആധികാരികമായിട്ടാണ് ഇന്ന് ഗണേഷ് കുമാർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ ഫിറോസ് കേട്ടെങ്കിൽ വളരെ ആധികാരികമായി നിയമസഭയിലാണ് ഗണേഷ് കുമാർ, ഭരണകക്ഷി MLA ആയ ഗണേഷ് കുമാർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെ തീർത്തും നിസ്സാരമായി കാണരുത്. ശ്രീ ഫിറോസ്, ഒട്ടും ആധികാരമല്ല പ്രദീപ്, ആധികാരികമല്ല. ആധികാരികമാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് മന്ത്രിയുടെ 3 സ്റ്റാഫ് അംഗങ്ങൾ അഴിമതി നടത്തുന്നു, അനീതി എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്, മന്ത്രിമാരുടെ ഈ സ്റ്റാഫിനെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതിയുണ്ട്, അങ്ങനെ അല്ല പറയേണ്ടത്.
ചീഫ് എഞ്ചിനീയറെ സ്ഥലം മാറ്റിയത് വഴി, ഇന്ന ചീഫ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റിയ വഴി ഇന്നാൾ ഇത്ര രൂപ അഴിമതി നടത്തിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, ഇന്ന റോഡിന് ഫണ്ട് തീർച്ചയായും രണ്ടുപേർക്കും അവസരം തരാം. ഫിറോസ് പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. സ്വന്തം മണ്ഡലത്തിൽ മാത്രം വികസനം നടത്താൻ വേണ്ടി ഒരു വകുപ്പിനെ നാടിൻ്റെ സമ്പത്ത് മുഴുവൻ മാറ്റുന്നത് എങ്ങനെയാണ് അതിനെ അഴിമതി അല്ല അല്ലെങ്കിൽ സ്വജനപക്ഷപാതമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? തെളിവ് സഹിതമാണ് ഇന്ന് ഗണേഷ് കുമാർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിയമസഭയിൽ. ഫിറോസ്, ഗണേഷ് കുമാർ എന്താ പറഞ്ഞത്? ഗണേഷ് കുമാർ പറഞ്ഞത്, ഞാൻ നോൺ പ്ലാൻ ഫണ്ടിന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നോൺ പ്ലാൻ ഫണ്ട് ഇല്ല, എന്നാൽ പൊതുമരാമത്ത് മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്ര കോടി രൂപയുടെ നോൺ പ്ലാൻ ഫണ്ട് വഴി വികസനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മന്ത്രിയുടെ മണ്ഡലത്തിൽ കൂടുതൽ വികസനങ്ങൾ നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കാം. അത് അദ്ദേഹം മാത്രമല്ല, ഏത് മന്ത്രിമാരും എല്ലാ പൈലറ്റ് പ്രോജക്റ്റുകളും നടത്തുന്നത് അവരുടെ സ്വന്തം മണ്ഡലത്തിലാണ്. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അതിനെ ഒരു വലിയ പാതകമായി ആരും കാണാറില്ല. ഒന്ന്. രണ്ടാമത്, ഈ മന്ത്രിക്ക് മാത്രമാണ് നോൺ പ്ലാൻ ഫണ്ട് കൊടുത്തത് എന്നതാണെങ്കിൽ അത് അനീതിയാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇന്ന് പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആരോപണം ഉന്നയിച്ച KB ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം 123 വർക്കുകളിലായി 16 കോടി രൂപയുടെ നോൺ പ്ലാൻ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മന്ത്രിയുടെ മാത്രം മണ്ഡലത്തിലല്ല നോൺ പ്ലാൻ ഫണ്ട് കൊടുത്തത്. ഇനി നാളെ നിങ്ങൾ കുറച്ചുകൂടി സമയം തന്നാൽ, പ്രദീപ് കുറച്ചുകൂടി സമയം അനുവദിച്ച് തന്നാൽ, ഏതൊക്കെ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ നോൺ പ്ലാൻ ഫണ്ട് വഴി പിന്നെ റോഡ് വർക്കുകൾ നടത്തി താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? അഴിമതി അല്ല. നേരിട്ട് അറിയുന്നതാണ്, കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പല റോഡുകളും ശോച്യാവസ്ഥയിലാണ്. 3.5 വർഷമായി നോൺ പ്ലാൻ ഫണ്ട് ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ബാബു എം പാലിശ്ശേരി പറയുന്നത്. ഫിറോസ് തന്നെ പറഞ്ഞ സംഗതി വെച്ച് ഗണേഷ് കുമാറിന് കൊടുത്തിട്ടെന്നാ പറഞ്ഞത്. UDF ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫിറോസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. കാരണം R ബാലകൃഷ്ണപിള്ളയാണ് ലോകത്തുനിന്ന് എവിടെ KSRTC ബസ്സുകൊണ്ട് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോയത്? എന്ത് കൊട്ടാരക്കര മാത്രമാണോ KSRTCയുടെ വികസനം നടന്നത്? അപ്പോൾ അത്ര വൃത്തികേട് നടത്തിയ ഒരു മന്ത്രിയാണ് R ബാലകൃഷ്ണപിള്ള. അതുകൊണ്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ അങ്ങനെ R ബാലകൃഷ്ണപിള്ളയുടെ പ്രസക്തിയെക്കുറിച്ച് താങ്കൾക്ക് വളരെ നന്നായി അറിയാമല്ലോ കേരള രാഷ്ട്രീയത്തിൽ. അങ്കമാലിയിൽ പോയാൽ പ്രദീപ് ഒരൊറ്റ കാര്യം മന്ത്രിമാർ നടത്തുന്ന പിന്നെ ഈ സ്വന്തം മണ്ഡലത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കാണാൻ ഒന്ന് ജോസ് തെറ്റയിലിന്റെ മണ്ഡലത്തിൽ പോയാൽ മതി. അങ്കമാലിയിൽ അങ്കമാലിയിൽ KSRTCയുടെ ബിൽഡിംഗ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും. തീർച്ചയായും ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ മണ്ഡലത്തിലാണ് ജോസ് തെറ്റയിൽ. തിരുവല്ലയിൽ മാത്യു ടി തോമസും കൊണ്ടുപോയി എന്ന് പറയുന്നത് ഫിറോസ്. ഈ പറയുന്ന ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, മാത്യു ടി തോമസിന്റെ ആവട്ടെ അല്ലെങ്കിൽ ജോസ് തെറ്റയിലിന്റെ ആവട്ടെ, ഈ പൈസ ആ വികസനം LDF-ന്റെ കാലത്ത് അനുവദിച്ചാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും തൃശ്ശൂർ മുതൽ കുന്നംകുളം വരെയുള്ള റോഡ്. ഫിറോസിലേക്ക് തിരിച്ചു വരാം ഒരു നിമിഷം. മന്ത്രിയുടെ സ്റ്റാഫുകൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നതാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. എന്റെ വാദം കഴമ്പില്ല എന്നുള്ളതാണ്. ബാബു എം പാലിശ്ശേരിക്ക് കഴമ്പുണ്ട് എന്ന വാദമുണ്ടെങ്കിൽ അതിനനുകൂലമായി അദ്ദേഹം തെളിവുകൾ നിരത്തണം. വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ചില ആരോപണങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ബാബു എം പാലിശ്ശേരിയും ശ്രീ അജിത് കുമാറും പങ്കുവച്ചിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? ഗണേഷ് കുമാർ തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ പിന്തുണക്കുന്നു. കാരണം ഈ അച്യുതാനന്ദന് പോലും സംശയമുണ്ട്. ഇക്കാലം വരെ UDF നടത്തുന്ന അഴിമതിയിൽ സംശയമില്ലാത്തൊരു മനുഷ്യൻ KB ഗണേഷ് കുമാർ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പോലും പറഞ്ഞു, ഈ KB ഗണേഷ് കുമാർ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു. കാരണം ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന് പോലും സംശയമുണ്ട്. അപ്പൊ താങ്കൾ എന്താണ് കരുതുന്നത്? KB ഗണേഷ് കുമാർ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? അല്ല, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിനൊരു നിരാശയുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഈ നിരാശ എക്സ്ട്രീം എൻഡിലേക്ക് പോകുമ്പോൾ പിടിവാശി ഉണ്ടാകും. അദ്ദേഹം ചോദിക്കുന്നത് മുഴുവനും കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെടുന്നതാണെന്ന സംശയം, ആ ഒരു വിഭ്രമം, അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞി തന്നെ പറഞ്ഞതുപോലെ ഒരു പ്രേതബാധ കൂടിയതുപോലെയൊക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യം. അല്ലാതെ ഞാൻ തീർച്ചയായും ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ എത്ര അഴിമതി ആരോപണങ്ങൾ മാധ്യമങ്ങളായാലും നിയമസഭയിൽ MLA വരെ കൊണ്ടുവന്നതായാലും 1-2 ദിവസത്തെ ആയുസ് മാത്രമായി അത്തരം ആരോപണങ്ങൾ തള്ളിക്കളയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ കേരള സമൂഹത്തിലുള്ളത്. ശ്രീ അജിത് കുമാർ പറഞ്ഞോളൂ. എനിക്ക് ഫിറോസിനോട് 2 ചോദ്യം. ഒന്ന്, ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു KB ഗണേഷ് കുമാറിനെ ഒരു പ്രേതബാധയുണ്ടായി. ആരുടെ പ്രേതബാധയാണ് KB ഗണേഷ് കുമാറിനെ ബാധിച്ചത്? ഒന്ന്. 2, KB ഗണേഷ് കുമാർ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചെങ്കിൽ അദ്ദേഹത്തെ UDF നിന്നും പുറത്താക്കുവാൻ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുവാൻ യൂത്ത് ലീഗോ ആവശ്യപ്പെടുമോ? ഫിറോസ്,
ഒരു സംശയം വേണ്ട, അദ്ദേഹത്തിൻ്റെ ആരോപണം അന്വേഷിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് നിജസ്ഥിതി പുറത്തു വരട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണോ ദുരാരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് UDF തീരുമാനിക്കും. അദ്ദേഹത്തിനെ പുറത്താക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ UDF തീരുമാനിക്കട്ടെ. UDFന്റെ തീരുമാനത്തിന്റെ കൂടെ ലീഗ് നിൽക്കുമെന്ന കാര്യം ശ്രീ ഫിറോസ് വളരെ കൃത്യമാണ്. താങ്കളുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളോട് ഇവിടെ പ്രതികരിക്കാൻ ശ്രീ ബാബു എം പാലിശ്ശേരി ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു. ദയവായി പാലിശ്ശേരിയിലേക്ക്. ഇവിടെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, കേരളത്തിലെ ചൊല്ലാണ്. മുഖ്യമന്ത്രി നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അതിൻ്റെ പണി നടത്തും. ഇപ്പോൾ എത്ര ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു, എത്ര പേര് പരാതി കൊടുത്തു. ശ്രീധരൻ നായർ പരാതി കൊടുത്തില്ലേ, കോൺഗ്രസ് നേതാവല്ലേ. കുരുവിള പരാതി കൊടുത്തില്ലേ. അവർക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തത്. ആ പരാതിയുടെ മുകളിൽ അന്വേഷണം നടത്താനല്ലോ, അവർക്കെതിരെ കേസെടുക്കുകയല്ലേ ചെയ്തത്. വളരെ പ്രധാനമായി ഉന്നയിക്കപ്പെട്ട സരിത കേസിന് മുകളിൽ അവർ 50 കോടിയോളം രൂപയുടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു. നമുക്ക് അതിലേക്ക് പോകാം. ശ്രീ പാലിശ്ശേരി, താങ്കൾ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ട് അലോക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഫിറോസും പറഞ്ഞു, അജിത്തും കൂടി ജോസ് തെറ്റയിലിൻ്റെ മണ്ഡലത്തിൽ കെട്ടിടം KSRTC, അതുപോലെ മാത്യു ടി തോമസിൻ്റെ, ഇതെല്ലാം കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് പണം അനുവദിച്ച് പണി പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ അവസാനത്തെ ഉദ്ഘാടനം ഒരു പക്ഷേ ഇപ്പോഴാണ് നടന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു മിനിറ്റ് പ്രദീപിനറിയാം, തൃശ്ശൂർ മുതൽ കുന്നംകുളം വരെ റോഡ്, ചൂണ്ടൽ വരെ പോകുന്ന കുറ്റിപ്പുറം വരെ പറ്റുന്ന റോഡ്. ഞാൻ MLA ആയിരുന്നു, അപ്പോൾ എൻ്റെ മണ്ഡലമായിരുന്നു അത്, മുതുവറ മുതൽ തലവരെ. അന്ന് LDF ഗവൺമെൻറ് കാലത്ത് പണം അനുവദിച്ച് ആ പണം ടെൻഡർ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അപ്പോൾ അന്നത്തെ പണമാണ്, അന്നത്തെ വികസന പ്രവർത്തനമാണ് ഈ കാണുന്നത്. അതേ സമയത്ത് തന്നെ വേറൊന്നുകൂടി ഞാൻ പറയാം, കുന്നംകുളം മുതൽ ഗുരുവായൂർക്ക് പോകുന്ന റോഡ് നിങ്ങളെല്ലാം കാണുന്ന റോഡാണ്. ആ റോഡിനും പണം അനുവദിച്ചത് LDF ഗവൺമെൻറ് കാലത്താണ്. ഇപ്പോൾ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നില്ല, PW ചെയ്യിക്കുന്നില്ല, ഒരു ഇടപെടൽ നടത്തുന്നില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള സമീപനമാണ്. അപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പറഞ്ഞതിലെ അഴിമതി, ഞാൻ അഴിമതി ആക്ഷേപം ഉന്നയിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. ആ ഉന്നയിച്ചതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ, ഗവൺമെന്റ് തയ്യാറുണ്ടോ? ആ ഉന്നയിക്കപ്പെട്ട വ്യക്തികളെ മാറ്റി അജിത്ത് പറഞ്ഞു. അതിനപ്പുറത്ത് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കി മാറ്റുന്നതിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ഇടപെടലുകൾ നടത്താൻ സാധിക്കും? ഒരു വകുപ്പ് അത് സുതാര്യമല്ല എന്ന് താങ്കൾ തന്നെ ആരോപിക്കുന്നു, പക്ഷഭേദം കാണിക്കുന്നു, ഒരുപാട് പരാതികൾ ഉയരുന്നു, ഭരണപക്ഷത്ത് MLA തന്നെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. എന്താണ് പ്രതിപക്ഷത്തിന്റെ റോൾ ഈ ഒരു വിഷയത്തിൽ? പൊതുമരാമത്ത് വകുപ്പിനെ കുറച്ചുകൂടി സുതാര്യമാക്കാൻ ടെൻഡറിങ് വരെ ഇല്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് കരാറുകൾ കൊടുക്കുന്നതായി ആരോപണം. ഇതെല്ലാം ഇപ്പം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഇത് ഭരണകക്ഷി MLAക്ക് വരെ ഇത് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക്, അസഹ്യമായ വിധത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നാളെ കൂടുതൽ പരിശോധിക്കട്ടെ, ഈ നോൺ പ്ലാൻ ഫണ്ടിൻ്റെ ഏതെങ്കിലും ഒന്ന് LDF MLAമാർക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. ഉണ്ടാവില്ല. അതെല്ലാം പങ്കിട്ടെടുക്കുകയാണ്. ആ പങ്കിട്ടെടുക്കുന്നതിനിടയിലെ ചില കാര്യങ്ങളാണ് നേരത്തെ പ്രദീപും സൂചിപ്പിച്ചത്, നേരത്തെ ഇവിടെ അജിത്തും സൂചിപ്പിച്ചത്. ഇതെല്ലാം ടെൻഡർ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവിടെയാണ് സംശയം ഉദിക്കുന്നത്. ആ ടെൻഡർ ചെയ്ത് കൊടുക്കാതെ പ്രതിപക്ഷം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? പ്രതിപക്ഷം അതായത് സർക്കാർ സ്ഥാപനങ്ങളുടെ പട്ടിണി കിടക്കുന്ന നോൺ പ്രൊഡക്റ്റീവായ നഷ്ടത്തിലോടുന്ന സർക്കാർ സ്ഥാപനങ്ങളുടെ ഓക്സിജനായി കമ്മീഷൻ വാങ്ങാനുള്ള അനുമതി LDFും UDFും കൊടുത്തോണ്ടിരിക്കുക. എന്തിന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവർ കമ്മീഷൻ വാങ്ങിക്കൊണ്ട് സ്വകാര്യ വ്യക്തികൾ കൊടുത്തോണ്ടിരിക്കുക? LDFിൻ്റെ കാലത്തും അതല്ലേ ചെയ്തത്. അതുകൊണ്ട് ഇതുപോലുള്ള കമ്മീഷൻ വാങ്ങിക്കുന്ന 5-10% കമ്മീഷൻ വാങ്ങിച്ചിട്ട് സ്വകാര്യ കോൺട്രാക്ടർമാർക്ക് മന്ത്രിമാരുടെയും പാർട്ടികളുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചർച്ച കൂടുതൽ സക്രിയമായിരിക്കുന്നു, ഗൗരവമായ ഇടങ്ങളിലേക്ക് കടക്കുകയാണ് അത്. ശ്രീ ഫിറോസ്, അവസാനമായി താങ്കളോടൊരു ചോദ്യം. ഇനിയും KB ഗണേഷ് കുമാറിനെ നിങ്ങൾ ചുമക്കുമോ? ഇനി കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. UDF 15-ാം തീയതി ചേരാൻ പോവുകയാണ്. UDF അത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. ഇപ്പോൾ തന്നെ ഗണേഷ് കുമാർ ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് അദ്ദേഹം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. കാരണം തെളിവുകൾ ചോദിക്കും മാധ്യമങ്ങൾ സ്വാഭാവികമായി ചർച്ചയിൽ. അപ്പോൾ ഒരു തെളിവില്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് UDFൽ തുടരാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് 15-ാം തീയതി UDFന് ശേഷം കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ബാബു എം പാലിശ്ശേരി തന്നെ തുടക്കത്തിൽ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിലും അവസാനമായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പരാതി, UDFിൻ്റെ MLAമാരുടെ മണ്ഡലത്തിൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂ,
അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ MLA-മാർക്ക് വേണ്ടത്ര വികസനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ആ പരാതി ഉന്നയിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ദുരാരോപണം ഉന്നയിക്കുക അല്ല വേണ്ടത്. അത് അങ്ങനെ സ്വന്തം മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ MLA-മാർക്ക് വേണ്ടത്ര ഫണ്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ വകുപ്പിൽ നിന്നും ലഭിക്കുന്നില്ല എങ്കിൽ അത് കൃത്യമായി നിയമസഭയിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ മുമ്പിൽ ഉന്നയിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് വേണ്ടത്. കാരണം താങ്കൾ വളരെ സംതൃപ്തനാണെന്നറിയാം. താങ്കൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ രണ്ട് അതിഥികൾക്ക് കൂടി ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ അജിത് കുമാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇതിൽ ഒരു ആരോപണം ഭരണകക്ഷി MLA ഉന്നയിച്ചിരിക്കുക. അതിന്മേൽ അന്വേഷണം ഉണ്ടാകാതെ എങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ പറ്റും? മാത്രമല്ല അങ്ങനെ ഗവൺമെൻറ് UDF-ന് ആർജവമുണ്ടെങ്കിൽ ഈ അവരുടെ അനുമതിയില്ലാതെ ദുരാരോപണം നേരത്തെ പാലശ്ശേരി അല്ല മറ്റ് NK ജയകുമാർ അദ്ദേഹം പറഞ്ഞു ഇതുപോലൊരു ഭരണകക്ഷി MLA ഒരു ആരോപണം ഉന്നയിച്ചായ ചരിത്രമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പാർട്ടിയെ UDF-ൽ നിലനിർത്താൻ എന്തിനു നിലനിർത്തണം? അതുകൊണ്ട് UDF-ൽ നിന്ന് പുറത്താക്കണം. അല്ലെങ്കിൽ അന്വേഷണം നടത്തി ഇവരെ ഈ പറഞ്ഞവർക്കെതിരെ നടപടിയെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ സംശുദ്ധി തെളിയിക്കണം. കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ എഡിറ്റർ എന്നുള്ളത് താങ്കളോട് ചോദിക്കട്ടെ, ഈ വാർത്ത എത്രമാത്രം വാർത്താ പ്രാധാന്യമുള്ളതാണ്? എത്ര ദിവസത്തേക്ക് ഈ വിഷയം, പ്രത്യേകിച്ച് വളരെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വകുപ്പിനെ കുറിച്ചുള്ള അഴിമതി ആരോപണമാണ്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പേസ് കിടക്കുന്നത്? നാളത്തെ പ്രധാന വാർത്ത ഇത് തന്നെയാണ്. വെരി ഗുഡ്. ശ്രീ ബാബു പാലശ്ശേരി, താങ്കൾ ഒരുപക്ഷേ ഇപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയായതുകൊണ്ട് തന്നെ താങ്കളുടെ മണ്ഡലത്തിലെ വികസനത്തിന് നേരിടുന്ന പല പ്രധാന പ്രശ്നങ്ങളിൽ അടിസ്ഥാന കാരണം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ്? ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇതിന് ഈ 3, 4, 5 മന്ത്രിമാരുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. 2, 3 മന്ത്രിമാരുടെ പേരിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഇങ്ങനെ ഇത്രയധികം മന്ത്രിമാരുടെ പേരിൽ അഴിമതിയും മറ്റ് പല കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള അന്വേഷണം നടക്കുന്ന ഒരു ഗവൺമെൻറ് ഇതിന് മുമ്പുണ്ടായിട്ടില്ല. ഇതാ ഒരു പുതിയ മന്ത്രി കൂടി അതിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ വാർത്തയ്ക്കൊക്കെ എത്ര ദിവസം ആയുസുണ്ട് എന്നതൊക്കെ വലിയ പ്രശ്നമാണ്. മാധ്യമരംഗത്ത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴാണോ പ്രതികരിക്കാൻ കഴിയുക അപ്പോൾ അവർ പ്രതികരിച്ചിരിക്കും. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ബാബു എം പാലശ്ശേരി, അതുപോലെ അജിത് കുമാർ, ഒപ്പം PK ഫിറോസ് കോഴിക്കോട് നിന്ന്, ശ്രീ NK ജയകുമാർ മുൻ നിയമസഭാ സെക്രട്ടറി ഈ ചർച്ചയിൽ പങ്കെടുത്തത്.